എൻട്രി വളരെ അപ്രതീക്ഷിതമായിരുന്നു. സിനിമയിലേക്ക് പരസ്യം കണ്ട് അയച്ചതാണ് എൻട്രി. അതിനകത്ത് നായകനായി അഭിനയിക്കാൻ ഉള്ള കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെയാണ് അതിനകത്ത് കിട്ടുന്നത്. അങ്ങനെ അതിനകത്ത് ഇൻ്റർവ്യൂവിന് എന്നെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഈ രാമൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഹീറോ, ആ വേഷത്തിന് എന്നെ എന്ന് കറക്റ്റായിട്ട് തോന്നി. പത്മരാജൻ ചേട്ടന് ആ കഥാപാത്രം ഇന്ന ഒരാളിന് ഈ രൂപമുള്ള അന്നത്തെ എൻ്റെ രൂപം അതിന് കറക്റ്റായിരുന്നു. അത് നമ്മളൊരു ഹീറോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സുന്ദരനായ ഒരു മുഖമൊന്നും ആയിരുന്നില്ല ഞാൻ. അപ്പോൾ സുന്ദരനല്ലാത്തൊരു മുഖമായിരുന്നു അതിനാവശ്യം. അപ്പോൾ ഞാനന്ന് കറക്റ്റായിരുന്നു. അതിന് കറക്റ്റായിട്ട് തോന്നിയുകൊണ്ടാണ്. അത് നല്ലൊരു റൈറ്ററൊക്കെ ആ കഥാപാത്രം ഇന്ന രീതിയിൽ ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില ഒരു അപ്പിയറൻസ് ഉണ്ടാവണം എന്നൊരു ധാരണ അതിൻ്റെ കഥാകൃത്തിനെ തോന്നിയിരുന്നുള്ളൂ. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അത് തോന്നി മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറെക്കുറെ ഞാൻ കറക്റ്റായിരുന്നു എന്ന് തോന്നിയുകൊണ്ടാണ് എന്നെ ആ കഥാപാത്രത്തിൽ ഏൽപ്പിച്ചത്. അടിസ്ഥാനമായിട്ട് പാട്ടുകാരനായിരുന്നു. പാട്ടിൻ്റെ പിൻബലം കൊണ്ടാണെന്ന് സിനിമയിലേക്ക് വന്നത്. ശരിക്കും സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ സിനിമയിലും പിന്നണി പാടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് അഭിനയത്തിലേക്ക് വന്നത്. അപ്പം ആ പാട്ടിൻ്റെ ആ ഒരു പിൻബലം, അല്ലെങ്കിൽ പാട്ടിലെ ഗാനമേളകൾക്ക്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, അങ്ങനെയൊക്കെ പ്രോഗ്രാമിലൊക്കെ പോയി ആ ഒരു സഭാകമ്പം എന്ന് പറയുന്ന സംഭവം കുറച്ചൊക്കെ മാറിയത്. സഭാകമ്പമൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ അത് കുറേ അതിന് സഹായിച്ചത് അതിൻ്റെ പിൻബലമാണ്. അങ്ങനെ സ്റ്റേജിൽ നിന്ന് പാടിയ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ പാടി ചെയ്തതുകൊണ്ട് അഭിനയത്തിലേക്ക് കുറച്ച് സഭാകമ്പം ഉണ്ടായിരുന്നെങ്കിലും അത് കുറച്ചൊക്കെ എനിക്കതുകൊണ്ട് മാനേജ് ചെയ്യാൻ സാധിച്ചു. ആദ്യമായി വായിച്ച തിരക്കഥയെന്ന് പറഞ്ഞാൽ പത്മരാജൻ്റെ പെരുവഴിമ്പലം തന്നെയാണ്. ആ നോവൽ വായിച്ചിരുന്നു അതിനുമുമ്പ്. ഈ സിനിമ എടുക്കാൻ എന്നെ ഫിക്സ് ചെയ്തപ്പോൾ എൻ്റെ നോവൽ ഉണ്ട്, മാതൃഭൂമിയിലാണ്. ആ നോവൽ കഴിയുന്നെങ്കിൽ എടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും പറഞ്ഞു. പക്ഷേ തിരക്കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നൊക്കെ സിനിമയുടെ ആരാധന മൂത്ത് സിനിമാ ഭ്രാന്തം ഉള്ളത് കാരണം തിരക്കഥ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. സിനിമാ മാസികകളിലൊക്കെ വായിച്ചുമ്പോൾ കേൾക്കാറുണ്ട് തിരക്കഥ, സംഭാഷണം. അപ്പോൾ ഇതങ്ങനെ തിരക്കഥ, സംഭാഷണമൊക്കെ എന്താണ്? അപ്പോൾ നമ്മൾ നാടകം വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. നാടകമൊക്കെ അതിന് നമ്മൾ കേൾക്കാറുണ്ട്. ഈ നാടകത്തിന് കഥയും സംവിധാനം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ തിരക്കഥ എന്നൊക്കെ നമ്മൾ സിനിമാ മാസികകളിൽ കൂടി വായിച്ച് ഒരു മനസ്സിലൊരു പിക്ചർ, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ, ഒരു 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 ആരാധന, കൊതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് നമ്മൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്നപ്പോൾ തിരക്കഥ എന്ന് പറഞ്ഞ സംഭവം, ഇതാണ് തിരക്കഥ എന്ന്, സംഭാഷണം ഇതാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നതും വായിച്ചറിയുന്നതും പെരുവഴിയമ്പലത്തിൽ കൂടിയാണ്. ഈ സിനിമ എന്താണെന്നോ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അതിനെക്കുറിച്ചൊരു വളരെ ഡീപ്പായിട്ടൊന്നും പോകാൻ എനിക്കറിയില്ല. കാരണം ഞാനിന്ന് എല്ലാ സിനിമയും പോയി കാണുന്നൊരു വ്യക്തിയാണ്. ഞാൻ അന്ന് ഒരു സമാന്തര സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പെരുവഴിയമ്പലം. കമേഴ്ഷ്യൽ സിനിമകളാണ് നമ്മളെല്ലാം അന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, കാണുന്നതൊക്കെ. അതെല്ലാം ഞാൻ പോയി കാണും. ആക്ഷൻ പടങ്ങളും തമാശ പടങ്ങളൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. മിക്ക സിനിമകളും പോയി ഞാൻ കാണും. മാറ്റിനി വർഷമൊക്കെ ഞാൻ പോയി കാണും. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും പിന്നെ കോളേജ് വന്ന ശേഷമാണെങ്കിലും ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയങ്ങളിൽ പോലും അങ്ങനെയാണ്. അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പ്രത്യേകതയൊന്നും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ അന്ന് ആലോചിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗമാണ്. സിനിമയിൽ പാട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ തന്നെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്, ഇതിനകത്തൊരു പാട്ടില്ലാത്ത എന്ത് പറ്റി? പാട്ട് വേണ്ടതാണല്ലോ. എല്ലാ സിനിമകളിലും പാട്ടുണ്ട്, പാട്ട് സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പാട്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇല്ലാത്തത് ഒരു വിഷമമായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനത്തെ സിനിമയിലാണോ ഞാൻ അഭിനയിക്കുന്നത് എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നിയിരുന്നെന്ന്. പക്ഷെ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വിവരമില്ല, അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത്. കാരണം ഇതൊരു ഗംഭീര സിനിമയാണെന്നോ. അപ്പോൾ രാജൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ റൈറ്റർ, ആ ഒരു ഇമേജ് ഭയങ്കരമാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയും അറിയും. ആ പേര്, ഇമേജെല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് സിനിമ എന്ന മറ്റേ സിനിമയാണ്. ഇതിനകത്ത് പാട്ടില്ല, അടിപിടിയില്ല, കാറോട്ടമില്ല, ചെയ്സ്, അങ്ങനെ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. തമാശകൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ വലിയ വലിയ താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ അന്ന് പ്രേം നസീറൊക്കെയാണ്. അദ്ദേഹം വലിയ ആക്ടറായിരുന്നല്ലോ, വലിയ താരമായിരുന്നല്ലോ. അപ്പം ഈ നസീർ സാറിനെ പോലുള്ള ആക്ടേഴ്സിനകത്ത് ഇല്ല എന്നൊക്കെ ഇല്ലാത്തൊരു പടമാണ്. നമ്മുടെ മനസ്സിൽ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ്. പിന്നെ മറ്റ് താരങ്ങളിനകത്തുണ്ട്. ജോസ് പ്രകാശ് സാറുണ്ട്, സുകുമാരി ചേച്ചിയുണ്ട്, അടൂർ ഭവാനി ചേച്ചിയുണ്ട്, കൊടിയേറ്റം ഭരത് ഗോപിച്ചേട്ടൻ, മരിച്ചുപോയ അസീസ് ക,
KPS ലളിത ചേച്ചി, ഇങ്ങനെ താരങ്ങളിനകത്ത് ധാരാളമുണ്ട് ഇന്നത്തെ. പക്ഷേ സിനിമയുടെ പോക്ക് ഞാൻ കാണുന്ന സിനിമയുടെ ആ പോക്കല്ല, ആ ഒരു ഗതിയല്ല ഇതിൻ്റെ. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് തന്നെയാണ്. പക്ഷേ ഞാൻ ഹീറോയാണ്. അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ വലിയ അഭിമാനം തോന്നാറുണ്ട്. അന്നായാലും പിന്നെ പലരും ഹീറോ ആണല്ലേ അതിനകത്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഞാൻ അതിനകത്ത് ഹീറോ ആയി. കാരണം എൻ്റെ ആ രൂപമായിരുന്നു അതിനകത്ത് ആവശ്യം.